മറാത്തിബുദ്ദീൻ ഏതൊക്കെയാണ്? അതിൽ ഇസ്ലാമിന്റെ അർക്കാനുകൾ എത്രണ്ണം? അർക്കാനുൽ ഈമാൻ 6. അതിൽ 6ാമത്തേത് അൽ ഈമാൻ ബിൽ ഖദരി ഖൈരിഹി വശർരിഹി. ഖൈറും ശർറുമായ കാര്യങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഖദർ പ്രകാരമാണ് ഉണ്ടാകുന്നത്. ഖദർ മീൻസ് തീരുമാനം. ഖൈറാവട്ടെ ശർറാവട്ടെ എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു എപ്പോ എടുത്ത തീരുമാനം? 50,000 കൊല്ലം മുമ്പ്. അതായത് സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിന്റെയും ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ഇനി സൃഷ്ടിക്കാൻ പോകുന്ന സൃഷ്ടി എന്താവണം, എങ്ങനെയാവണം, ആരാവണം എല്ലാം അപ്പോഴേ എന്ത് ചെയ്തു? തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ആ തീരുമാനം എന്താണോ അത് മാത്രമേ ദുനിയാവിൽ നടക്കുള്ളൂ. വേറൊന്നുമില്ല. ഖൈറാവട്ടെ ശർറാവട്ടെ. അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും ഈ ഖദറിന്റെ വിഷയം ഏൽപ്പിക്കാനും പറ്റൂല. ഖദറിന്റെ കാര്യത്തില് അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാട് മധ്യമ നിലപാടാണ്. ബാക്കി എല്ലാത്തിലുള്ള പോലെ 2 വിഭാഗം ആളുകൾ അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് ഈ ഖദറിന്റെ വിഷയത്തിൽ പുറത്തായിട്ടുണ്ട്. അതിൽ ഒന്ന് ഖദരിയ്യകൾ. ഒന്നാമത്തെ വിഭാഗം ഖദരിയ്യ എന്ന് പറയുന്ന വിഭാഗം. 72 വിഭാഗമാകുന്നല്ല ഹദീസിലുള്ളത്. ഉമ്മത്തി, എന്റെ ഉമ്മത്തി പിന്നീട് ടീംസ് ആവും. എത്ര ടീമാവും? 73 എണ്ണമാവും. ജൂതന്മാരും നസാറാക്കളും 72 വിഭാഗമായി പിരിഞ്ഞു. എന്റെ ഉമ്മത്ത് എത്രയാവും? 73 ആവും. അതിൽ ഒന്ന് മാത്രമേ സ്വർഗത്തിൽ പോകും. ആ ഒന്നിന് പറയുന്ന പേരാണെന്ത്? അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ ഖദറിന്റെ വിഷയത്തിൽ 72 ടീമിൽ 2 ടീമുകൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്. മനസ്സിലായോ? അതായത് ഖദറിൽ നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ എന്താണോ വിശ്വസിക്കേണ്ടത് അതല്ലാത്ത വിശ്വാസം ഈ വിഷയത്തിൽ അവർക്കുണ്ടായി. അതിലൊന്ന് ഖദരിയ്യാക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടു. അവരുടെ വാദപ്രകാരം മനുഷ്യൻ ആണ് ഓരോ കാര്യങ്ങളും അത് ചെയ്യാൻ തോന്നുന്ന സമയത്ത് ഉണ്ടാക്കുന്നത്. അല്ലാണ്ട് അല്ലാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചതൊന്നും അല്ല. ഇതാണ് അവരുടെ നിലപാട്. അതായത് മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയിലോ മനുഷ്യന്റെ കാര്യങ്ങളിലോ ആർക്ക് കഴിയില്ല? അല്ലാഹുവിന് കഴിയില്ല. മറിച്ച് അത് ചെയ്യാണ്. മനുഷ്യൻ ആ സമയത്ത് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് ചെയ്യാണ്. മനസ്സിലായോ? വേറൊരു വിഭാഗം അള്ളാഹുവിന്റെ തീരുമാനം പ്രകാരം മാത്രമേ മനുഷ്യൻ എന്തും ചെയ്യുന്നുള്ളൂ, മനുഷ്യൻ അതിൽ യാതൊരു തരത്തിലുള്ള കയ്യില്ല എന്ന് തീരുമാനിച്ചു. വ്യത്യാസം മനസ്സിലായോ? ഒരു വിഭാഗം പറഞ്ഞെന്താണ്? അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, മനുഷ്യൻ എന്ത് ചെയ്യാണ് അത് ഒരു യന്ത്രം കണക്കെ ചെയ്തങ്ങ് പോവാണ്. അന്ന് നേരത്തെ തീരുമാനിച്ചു. മനുഷ്യൻ എന്തില്ല? ഓ ചെയ്യുന്ന പ്രവൃത്തിയിലോ പറയുന്ന വാക്കിലോ ചിന്തിക്കുന്ന ചിന്തയിലോ ഒന്നും ഒരു കയ്യുമില്ല. ഉദാഹരണം പറയാം. ഒരാൾ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കൽ ഹറാമാണ് ഇസ്ലാമിൽ. ഇവൻ ഖദരിയാണെന്ന്, അതായത് ഖദറിന്റെ വിശ്വാസത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅയോട് എതിരുള്ള ആളപ്പെട്ട ഒരാളാണെങ്കിലോ പറയും ഞാൻ കുടിച്ചല്ല, പിന്നെയോ അള്ളാഹു തീരുമാനിച്ചത് എന്നിലൂടെ നടന്നു എന്ന് മാത്രം. അപ്പൊ അള്ളാന്റെ ഖദറുണ്ട്, പക്ഷെ മനുഷ്യൻ അതിലെന്തില്ല? ഒരു കയ്യുമില്ല എന്ന വാദം. മറ്റേ വാദം അള്ളാഹുവിന്റെ ഒരു കയ്യുമില്ല, അള്ളാഹു നേരത്തെ അങ്ങനെ തീരുമാനിച്ചു വെച്ചിട്ടൊന്നുമില്ല. പിന്നെയോ ഓരോരുത്തരും
ചെയ്യുന്നത് ആ സമയത്ത് ഓൻ ചെയ്യാണ്, അല്ലാണ്ട് നേരത്തെ അവർ തീരുമാനിച്ചൊന്നും അല്ല. ഇങ്ങനെ രണ്ട് ടീമുകളായിട്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നും പിരിഞ്ഞു പോയ ആളുകൾ ഈ വിഷയത്തിൽ വിശ്വസിക്കുന്നത്. ഏത് വിഷയത്തിൽ? ഖദറിന്റെ വിഷയത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? ഒരു ടീമത്ത് പറയും അള്ളാഹുവിന്റെ ഖദർ എന്താണോ അതാണ് മനുഷ്യനിൽ നടക്കുന്നത്, അല്ലാണ്ട് മനുഷ്യനെന്തില്ല, യാതൊരു കൈകടത്തലുമില്ല. ഒരാൾ ഈ കണ്ടുപിടിച്ചിട്ട് എന്ത് പറയും? അന്ന് തീരുമാനിച്ചത് കൊണ്ട് ഞാൻ കുടിച്ചല്ലേ എന്ന് പറഞ്ഞിട്ട് ഒഴിവാകും. മറുവിഭാഗം പറഞ്ഞു അള്ളാഹുവിന്റെ ഖദറേ ഇല്ല. മനസ്സിലായോ? അവര് ഖദറിനെ പൂർണ്ണമായും നിഷേധിച്ചു, ഇല്ലാണ്ടാക്കി. എന്ന് പറഞ്ഞു മനുഷ്യൻ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് ആ സമയത്ത് ഓന് ചെയ്യാൻ തോന്നി അങ്ങനെ ഓൻ ചെയ്തു, അത്രയേ ഉള്ളൂ. ഇത് രണ്ടുമല്ല അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞു അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്, അത് മനുഷ്യന് നടപ്പിലാവും ചെയ്യുന്നു. പക്ഷേ മനുഷ്യന് അത് വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പൊ രണ്ടുമുണ്ട്. മധ്യമ നിലപാടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ. ഖദരിയാക്കളും ജബരിയാക്കളും എന്നാണ് പറയുക. ഖദറിലുള്ള വിശ്വാസം അഹ്ലുസുന്ന വൽ ജമാഅയുടെ നിലപാടിൽ എന്താ വിശ്വസിക്കേണ്ടത്? നമ്മള് ഖൈറും ഷർറുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന് സംശയമില്ല. എന്നാൽ അള്ളാന്റെ തീരുമാനം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് വിടാൻ പറ്റുമോ? അതുമില്ല. മനുഷ്യനെന്തുണ്ട്? ഇഖ്തിയാറുണ്ട്. ഇഖ്തിയാർ മീൻസ് കോഷിഷല്ല, സ്വാതന്ത്ര്യം, ചോയ്സ് ഉണ്ട്. ഇത് വേണോ അത് വേണോ എന്ന് ഓന്റെ ബുദ്ധിക്ക് അതിനെ ചിന്തിച്ച് തീരുമാനിക്കാനുള്ള ഒരു അവസരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ഇതാണ് അഹ്ലുസുന്നയുടെ നിലപാട്. എന്നാൽ അഹ്ലുസുന്നയിൽ നിന്നും ഈ വിഷയത്തിൽ വേർപെട്ടു പോയ രണ്ട് കൂട്ടക്കാരുണ്ട്. ഒന്ന് ഖദരിയ്യ. ഖദരിയ്യാണെന്ന് അവർക്ക് പറയാം. എന്താണ് വിശ്വാസം? അവര് പറയുന്നു അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ച കാര്യങ്ങൾ മനുഷ്യനിലൂടെ നടക്കുന്നു എന്ന് മാത്രം. മനുഷ്യൻ എന്തില്ല? പ്രത്യേകിച്ച് കൈകടത്തലുകളൊന്നും ഇല്ല. ഇതാണ് ഖദരിയാക്കളുടെ വിശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്ത് ചെയ്യും? കണ്ണുപിടിക്കും, വ്യഭിചരിക്കും, കഞ്ചാവ് പിടിക്കും, പലിശ വാങ്ങും, കൊല്ലും. ഇതെല്ലാം ചെയ്തിട്ടുള്ളതെന്ന് പറയും. അതൊക്കെ അല്ലാഹുവിന്റെ ഖദറിലുള്ളത് കൊണ്ട് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മറ്റത് ജബരിയ. ജബരിയ എന്ന് പറഞ്ഞാല് അവർ അള്ളാഹുവിന്റെ ഖദറിനെ പൂർണ്ണമായും തള്ളി. എന്താ വിശ്വാസം അവരുടെ? അങ്ങനെ ഒരു തീരുമാനം അള്ളാഹു നേരത്തെ തീരുമാനിച്ച് വെച്ചിട്ടേ ഇല്ല. പിന്നെയോ മനുഷ്യൻ എന്തെങ്കിലും പറയാനോ ചെയ്യാനോ തുടങ്ങുമ്പോൾ ഓൻ ആ സമയത്ത് അത് ഉണ്ടാക്കുകയാണ്. മനസ്സിലായോ? പക്ഷെ ആ ഖദറിനെ നിഷേധിക്കലിലൂടെ ജബരിയാക്കൾ എത്തിയ വലിയൊരു അബദ്ധം എന്താണെന്നറിയോ? അവർ അള്ളാഹു അല്ലാത്ത ഒരു സൃഷ്ടാവിനെ ഉണ്ടാക്കിയത് പോലെയായി. എങ്ങനെ? ഓരോ വാദം എന്താ? മനുഷ്യനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ അത് ആ സമയത്ത് ഓൻ ചെയ്യുന്നതാണ്. അതായത് അതിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? മനുഷ്യനാണ് എന്ന് പറയുന്ന പോലെ ആയി. മനസ്സിലായോ? ഈ രണ്ട് ടീമിന്റെയും വാദങ്ങളുടെ ഇടയിലാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ വാദം. അവരെന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ ഖദറിലുള്ള കാര്യം
മനുഷ്യൻ അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഏത് വേണം ഏത് വേണ്ട എന്ന് തീരുമാനിക്കാൻ. അതും അള്ളാന്റെ ഖളാഇൽ ഉള്ള കാര്യമാണ്. ഒരാള് എന്താണ് തെരഞ്ഞെടുക്കുക, എന്താണ് സെലക്ട് ചെയ്യുക എന്നതും അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. അത് നമുക്കറിയില്ല. മനസ്സിലായോ? എങ്കിൽ നന്മകൾ ചെയ്യുന്ന വിഷയത്തിലും തിന്മകൾ ഒഴിവാക്കുന്ന വിഷയത്തിലും എന്തായിരിക്കണം നമ്മുടെ നിലപാട്? നന്മ ചെയ്തിട്ടാണ് ഇത് നല്ല കഥായിരിക്കും, പിന്നെ ഒരു തിന്മ ചെയ്തിട്ടാണ് ഇത് നല്ല കഥമായിരിക്കും എന്ന് പറയലല്ല. മറിച്ച് നമുക്കറിയില്ല നമ്മൾ ഏതിലാണുള്ളത്. മനസ്സിലായോ? നമ്മുടെ വിഷയത്തിൽ അള്ളാഹു എന്താ തീരുമാനിച്ചത് എന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് എന്തറിയാം? ഞാൻ ഏതാ സെലക്ട് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അതെന്ത് ചെയ്യാം? നന്മയിലേക്ക് മാറ്റിയ. മനസ്സിലാകുന്നുണ്ടോ? ആ നന്മയിലേക്ക് മാറ്റുന്നതും അള്ളാന്റെ ഖദറാണ്. അള്ളാഹുവിന്റെ തീരുമാനമല്ലാതെ ഒന്നും ദുനിയാവിൽ നടക്കില്ല. സംഭവം മനസ്സിലായോ? പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൽ ഒരു കുഞ്ഞ് 4 മാസം പൂർത്തിയാകുമ്പോൾ അതിന് റൂഹ് നൽകപ്പെടും, ജീവൻ വരും. 120 ദിവസം. ആദ്യത്തെ 40 ദിവസം ബീജം, അടുത്ത 40 ദിവസം രക്തക്കട്ട, അടുത്ത 40 മാംസബിംബം. 40 40 80 40 4 മാസമായി. പിന്നെ ഒരു മലക്കിനെ അള്ളാഹു അങ്ങോട്ട് അയക്കും. എന്നിട്ട് ആ മലക്ക് എന്ത് ചെയ്യും? അതിൽ റൂഹിനെ ഊതും, ആത്മാവിനെ ഇട്ടുകൊടുക്കും. അപ്പൊ ജീവൻ കൊടുക്കും. എന്നിട്ട് ആ മലക്ക് 4 കാര്യങ്ങൾ എഴുതി വെക്കും. എപ്പോ എവിടെയുള്ളത്? കുഞ്ഞു ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉണ്ടത്ര. അപ്പൊ 4 കാര്യം എഴുതും. 1, അവന്റെ അവധി, എത്ര കാലം ദുനിയാവിൽ ജീവിക്കണം എഴുതും. 2, റിസ്ഖുഹു, എന്താണ് അവൻ ദുനിയാവിൽ വന്നു കഴിഞ്ഞാൽ ഓന് കിട്ടേണ്ടത്. ഒരു റിസ്ക്, ഭക്ഷണം, വെള്ളം, വസ്ത്രം, വീട്, കാര്യങ്ങളൊക്കെ എത്ര എന്ന് എഴുതി. 3, ശഖിയ്യുൻ അം സഈദുൻ, വിജയിയാണോ അല്ലെങ്കിൽ പരാജിതൻ ആണോ, അതായത് തോറ്റവനാണോ ജയിച്ചവനാണോ, എവിടെ? സ്വർഗത്തിലാണോ നരകത്തിലാണോ? ഇതും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ നമ്മുടെ വിഷയത്തിലും ഇതെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. എത്ര കാലം നമ്മൾ ജീവിക്കണം, റിസ്ക് എത്ര വേണം, പിന്നെ വിജയിയാണോ തോറ്റനാണോ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പൊ ആൾക്കാർ ചോദിക്കും, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞതാണ് പിന്നെ നമ്മൾ നിസ്കരിച്ചിരുന്ന കാര്യം, നോമ്പെടുത്തിട്ടുള്ള കാര്യം? നേരത്തെ അപ്പൊ തീരുമാനിച്ചില്ലേ? ഇതെല്ലാം ചെയ്തിട്ട് അവസാനം തോൽവിയാ തീരുമാനിച്ചെങ്കിലും. ഇനിയിപ്പോ ഒന്നും ചെയ്തില്ല എന്ന് വെച്ചോ, എന്നാൽ വിജയിയാണ് ഫ്രീ ആയിട്ട് കിട്ടിയില്ലേ, ഒന്നും ചെയ്യാണ്ട് തന്നെ വിജയിച്ചില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, ഇവര് ഈ ചോദിക്കുന്നത് ഹദീസിൽ പറയപ്പെട്ട അവസാനത്തെ കാര്യത്തെ പറ്റിയാണ്. അതായത് വിജയിയാണോ അതല്ല തോറ്റവനാണോ എന്ന വിഷയത്തിലെ ആളുകളെ വിശ്വാസാക്കാൻ വേണ്ടി ഇവരിങ്ങനെ ചോദിക്കുന്നുള്ളൂ, ഖദറിനെ ചോദ്യം ചെയ്യുന്നുള്ളൂ. എന്നാൽ അതിന് തൊട്ട് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞിട്ടുണ്ട്? അവന്റെ റിസ്ഖും തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഒരുത്തൻ നിസ്കരിക്കുന്നില്ല, നോമ്പെടുക്കൂല, ഖുർആൻ ഓതൂല, നന്മ ഒന്നും ചെയ്യൂല, കാര്യം പറയുന്നത് എന്താ? അതെന്റെ അല്ലാഹു തന്നെയായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷെ തൊട്ട് മുമ്പ് നബി പറഞ്ഞു അവന്റെ റിസ്ഖും അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ജോലിക്ക് പോകുന്നതിന് റിസ്ക് എത്രയുള്ളത് എഴുതി വെച്ചു നമുക്കറിയില്ലല്ലോ. പിന്നെ അറിയാനിട്ടും എന്തിനു പോകുന്നു? ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു, പഠിക്കുന്നു, ശമ്പളം കിട്ടണം, പൈസ കിട്ടണം. റിസ്ക് നേരത്തെ എഴുതിയില്ലേ? പിന്നെ നീ എന്തിന് ഇത്ര കഷ്ടപ്പെടുന്നു? റിസ്ക് കിട്ടാനാണെങ്കിൽ പഠിക്കാണ്ട് കിട്ടുമല്ലോ, ജോലി എടുക്കാണ്ട് കിട്ടുമല്ലോ. റിസ്ക് എഴുതിയിട്ടില്ലെങ്കിലോ പഠിച്ചാലും ജോലി എടുത്താലും എന്ത് ചെയ്യില്ല, കിട്ടൂല. അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. മറിച്ച് ഏത് വിഷയത്തിൽ മാത്രമേ ഇത് പറയുന്നുള്ളൂ?
സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന വിഷയത്തിൽ മാത്രം. അതിനർത്ഥം അവർക്ക് സത്യം പറയലോ സത്യം അന്വേഷിക്കലോ ഒന്നുമല്ല, മറിച്ച് ആളുകളെ പഠിപ്പിക്കുക. ഇതാണ് അവരുടെ ലക്ഷ്യം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് അങ്ങനത്തെ വർത്തമാനം പറഞ്ഞ ആരെങ്കിലും ഒരു മുഅ്മിനിന്റെ അടുത്ത് വന്നാൽ, ഏത് ഖദർ ഖദാഇന്റെ വിഷയത്തിൽ മുഅ്മിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ, നമ്മളുടെ മറുപടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടിയാണ്. ഞാൻ അവരുടെ കൂട്ടത്തിലും അല്ല, അവർ എന്റെ കൂട്ടത്തിലും അല്ല. ഞാൻ എന്റെ കൂട്ടത്തിലും ഇല്ല, നീ എന്റെ കൂടെ കുട്ടികൾ ഇല്ലെങ്കിൽ വിശ്വാസന ഈമാൻ തകരാറില്ല. മനസ്സിലായോ? അപ്പൊ ഖൈറും ഷർറും അള്ളാഹുവിൽ നിന്നാണ്. ഇതാണ് ഖദറിലുള്ള വിശ്വാസം. ഖദറിലുള്ള വിശ്വാസത്തെ 4 തരംതിരിച്ചിട്ടുണ്ട്. എത്ര? അൽ ഈമാൻ ബിൽ ഖദരി അർബഅതു ഉമൂരിൻ. ഏതാ? അൽ ഈമാൻ ബിൽ ഖദരി അർബഅതു ഉമൂർ. 4 കാര്യങ്ങൾ. ഒന്ന്, الإيمان بعلم الله القديم. الإيمان بعلم الله القديم. രണ്ട്, അൽ ഈമാൻ ബിൽ കിതാബിൽ അവ്വൽ. അൽ ഈമാൻ ബിൽ കിതാബിൽ അവ്വൽ. അൽ ഈമാൻ ബിൽ കിതാബിൽ അവ്വൽ. 3, അൽ ഈമാൻ بعموم المشيئة. الإيمان بعموم المشيئة. الإيمان بعموم المشيئة. 4, الخلق. 4 الخلق. അപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടുക്കൽ ഖദർ ഖദാഇനെ 4 തിരിച്ചിട്ടുണ്ട്. ആ 4 കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിച്ചാൽ ഖദർ ഖദാഇലുള്ള വിശ്വാസം പൂർണ്ണമായി. ഒന്നൽ ഈമാനു ബി ഇൽമില്ലാഹി അൽ ഖദീം. പണ്ടേ ഉള്ള അള്ളാഹുവിന്റെ ഇൽമിലുള്ള വിശ്വാസം. ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്. അതായത് ഈ ദുനിയാവും ആ ദുനിയാവിൽ നടക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ്. എല്ലാം നല്ല അറിവിലുണ്ട്. അള്ളാഹുവിനെ അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കാണിക്കാൻ നമുക്ക് ഏതൊരു കാര്യത്തെ പറ്റി പറ്റുമോ? ഇല്ല. പക്ഷെ അള്ളാഹു അല്ലാത്ത മുഴുവൻ ആളുകളുടെയും അറിവില്ലായ്മയെ നമുക്ക് കാണിക്കാൻ പറ്റും. കാരണം എന്താ? പ്രസന്റ് ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് അറിയുള്ളൂ. കഴിഞ്ഞതും വേറെ ഇരിക്കുന്നത് അള്ളാഹുവിനോട് അവർക്ക് അറിയില്ല. അപ്പൊ അള്ളാഹിന്റെ ഇൽമ് പൂർണ്ണമാണ്. ആലിമുൽ ഗൈബി വശ്ശഹാദ. എന്താ അർത്ഥം? മറഞ്ഞതും അറിയും, പുറമേ ഉള്ളതും ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അള്ളാഹു. അതാണ് അള്ളാഹിന്റെ ഇൽമിന്റെ പ്രത്യേകത. അള്ളാഹിനെ മറച്ചു വെക്കാനോ ഒളിപ്പിച്ചു വെക്കാനോ അല്ലെങ്കിൽ അള്ളാഹു അറിയാത്തൊരു കാര്യം എന്ന് പറയാനോ ദുനിയാവിലൊന്നും
ഇപ്പൊ നമ്മളുണ്ടായത് ഇനി നമ്മളുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ ഇനി ഖിയാമത്ത് വരെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കറിയാം? അല്ലാഹു മാത്രമേ അറിയുള്ളൂ. അതാണ് ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അള്ളാന്റെ ഇൽമിനെ വിശ്വസിക്കുക. അള്ളാഹു ഗൈബും ഷഹാദയും അദൃശ്യവും അദൃശ്യവും ഒക്കെ അറിയുന്നവനാണ്. പിന്നെയോ അടിമകള് ചെയ്യുന്ന നന്മകളും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന തിന്മകളും ഇതെല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇന്ന മനുഷ്യൻ ഇപ്പം കണ്ടുപിടിക്കും, ഇന്ന മനുഷ്യൻ നിസ്കരിക്കും, ഇന്ന മനുഷ്യൻ കഞ്ചാവ് അടിക്കും, ഇന്ന മനുഷ്യൻ തഹജ്ജുദ് നിസ്കരിക്കും. ഇതും ആർക്കറിയാം? എല്ലാം ആർക്കറിയാം. അതുകൊണ്ട് അത് ആദ്യം വിശ്വസിക്കണം. അള്ളാന്റെ ഇൽമിന്റെ പുറത്തുള്ള സംഗതിയൊന്നും ഇല്ല. എല്ലാം അള്ളാന്റെ ഇൽമിന്റെ ഉള്ളിലാണ്. അത് ദൃശ്യമായതും അദൃശ്യമായതും. രണ്ടൽ ഈമാനു ബിൽ കിതാബത്തിൽ അവ്വൽ. അങ്ങനെ റബ്ബിന് അറിയുന്ന ആ കാര്യങ്ങൾ മുഴുവനും അള്ളാഹു ഒരു ലൗഹിൽ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലൗഹുൽ മഹ്ഫൂദ്. മനസ്സിലായോ? ഫീ കിതാബിൻ മുബീൻ. ഒരു കിതാബിൽ അള്ളാഹു എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, كتب الله مقادير الخلق قبل أن يخلق السماوات والأرض ب50,000 سنة. അള്ളാഹു മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്തൊക്കെയാ നടക്കാൻ പോകുന്നത് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളിപ്പോൾ ഇരിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ കണ്ടത്, കാണുന്നത്, ഇതൊക്കെ എപ്പം എഴുതിയിട്ടുണ്ട്? നമ്മളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പേ അള്ളാഹു ആ എഴുതിയത് എന്താണോ അതേ എന്തെയുള്ളൂ നടക്കുള്ളൂ. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഒരു ഇല ഉണങ്ങുന്നത്, വീഴുന്നത്, കോടാനുകോടി വരുന്ന മണൽ തരികരുള്ള മരുഭൂമിയിലെ ഒരു മണ്ണ് അനങ്ങുന്നത് ഇത് അള്ളാഹു ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാന്റെ ഇൽമിലെല്ലാം ഉണ്ട്. ആ ഇൽമിലുള്ളതെല്ലാം അള്ളാഹു എഴുതി വെച്ചിട്ടും ഉണ്ട്. ഇന്നുവരെ സംഭവിച്ചതെല്ലാം അള്ളാഹ് എഴുതിയതാണ്. ഇനി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാന്റെ കിതാബത്തിലുള്ളതാണ്. ഇനി സംഭവിക്കാതിരിക്കുന്നതും അള്ളാഹു എഴുതി വെച്ച സംഗതി മാത്രമാണ്. ആ റബ്ബ് അന്ന് എഴുതി വെക്കാത്തതൊന്നും ദുനിയാവിൽ ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? എഴുതിയതോ ഉണ്ടാവുക തന്നെ ചെയ്യും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്ന് അള്ളാന്റെ ഇൽമ്, രണ്ട് കിതാബത്ത്. ഒന്ന് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, രണ്ട് അവന്റെ ഇൽമുകളെല്ലാം അവൻ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്. മൂന്ന് അൽ ഈമാനു ബിൽ ബിഉമൂമിൽ മശീഅത്തി. അങ്ങനെ അള്ളാന്റെ ഇൽമിലുള്ള അവൻ എഴുതി വച്ച കാര്യങ്ങള് എപ്പോ ഉണ്ടാകണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. എഴുതി വെച്ചതിനെ കൊണ്ട് ഉണ്ടാവില്ല. അള്ളാന്റെ ഇൽമിലുള്ളതിനെ കൊണ്ടും ആ സംഗതി ഉണ്ടാവില്ല. എന്റെ പേരെന്താ? നുഹൈദ്. ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു ഉറക്കിന്റെ വക്കത്ത് എത്തിയിട്ടുണ്ട്. അള്ളാഹു നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇനി വരുമ്പോ എഴുതിയെ കൊണ്ട് ഉറങ്ങുമോ? ഇല്ല. ഉറങ്ങേണ്ട സമയമാകുമ്പോ അള്ളാന്റെ മശീഅത്ത് ഉണ്ടാവണം. അള്ളാഹു എന്ത് ചെയ്യണം? തീരുമാനിക്കണം, ഉദ്ദേശിക്കണം. എന്നാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഉദ്ദേശിക്കാൻ കാത്തില്ല. ഏത് ഉറങ്ങുന്നുണ്ടോ? മനസ്സിലായോ? എല്ലാം എഴുതിയതിനെ കൊണ്ടോ അള്ളാന്റെ ഇൽമുള്ളതിനെ കൊണ്ടോ സംഭവിക്കൂല. അത് സംഭവിക്കാനുള്ള സമയത്ത് അള്ളാഹുവിന്റെ മശീഅത്ത് ഉണ്ടാവണം. അത് അള്ളാഹു ചെയ്യുന്ന കാര്യമാണെങ്കിലും മഖ്ലൂഖ് ചെയ്യുന്ന കാര്യമാണെങ്കിലും സമയത്ത് അള്ളാഹു ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മഴ പെയ്യിപ്പിക്കുന്നു. മഴ ഇന്നത്തെ ഡേറ്റ് ഓഗസ്റ്റ് മാസം 22-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മടിക്കേരിയിൽ മഴ പെയ്യണം എന്നത് അള്ളാന്റെ ഇൽമിലുണ്ട്. എപ്പോ ഉണ്ട്? പണ്ട് പണ്ടേ ഉണ്ട്.
അതല്ല എഴുതിയിട്ടുണ്ട്. എപ്പം? എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നതിന്റെ 50,000 കൊല്ലം മുമ്പ് എഴുതിയിട്ടുണ്ട്. ഇൽമിനുള്ളത് കൊണ്ടും എഴുതി വെച്ചത് കൊണ്ടും വൈകുന്നേരം 4 മണിക്ക് മഴ പെയ്യൂല. ആ സമയമാകുമ്പോ അള്ളാന്റെ മശീഅത്ത് ഉണ്ടാവണം. ഇപ്പൊ മഴ പെയ്യണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കണം. മനസ്സിലായില്ലേ? 4 അൽ ഖൽഖു, ഉദ്ദേശിച്ചാ പോരാ, പിന്നെയോ അതിനെ ഉണ്ടാക്കണം. അപ്പോഴാണത് ഉണ്ടാവുന്നത്. നമ്മ മനസ്സിലായ ദുനിയാവിൽ നടക്കുന്ന അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയാവട്ടെ, ഇനി നമ്മളതാവട്ടെ. ഇപ്പൊ ഉറങ്ങണം എന്ന് അള്ളാഹുന്റെ ഇൽമിലുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഉറങ്ങേണ്ട സമയമാകുമ്പോൾ ഉറങ്ങൂല. അള്ളാന്റെ മശീഅത്ത് ഉണ്ടാവണം. ഉറങ്ങണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കണം. ഉദ്ദേശിച്ചാൽ മാത്രം പോലെ ഉറക്കണം. മനസ്സിലായോ? അല്ലാണ്ട് ദുനിയാവിലൊന്നും നടക്കുന്നില്ല. ഒരു ഇല, മടക്കേരിയിൽ എത്ര മരം ഉണ്ടാവും? കുറെ വീട്ടിൽ 10 വെച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യത്തിൽ പറഞ്ഞ കുറെ മനസ്സിലായില്ലേ? കോടാനുകൂടി വരുന്ന മരങ്ങൾ, അതിന്റെ ഇലകളോ പറയണ്ട. കോടാനുകൂടി ഇലകൾ, അതിലേതോ ഒരു ഇല ഉണങ്ങി, നമ്മളറിഞ്ഞോ? പക്ഷെ അത് ഉണങ്ങണം എന്നത് അള്ളാന്റെ അറിവിലുണ്ട്. പണ്ടുകൊണ്ടേ ഉള്ള അറിവിലുണ്ട്. മടക്കേരിയിലെ സിനാന്റെ വീട്ടിന്റെ ജനൽമ വെച്ചിരിക്കുന്ന ചെടിയിലെ ഒരു ഇല 22-ാം തീയതി ഉണങ്ങണം എന്നുള്ളതിന്റെ അറിവിലുണ്ട്. അത് അള്ളാഹു ആ ചെടിയെയും സിനാനെയും സിനാന്റെ ഉപ്പ മുസ്തഫാനെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് 50,000 കൊല്ലം മുമ്പ് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എലിമിലുണ്ട്, എഴുതിയിട്ടുണ്ട്. എന്നാലും 22-ാം തീയതിയിൽ ഉണങ്ങേണ്ട ടൈമാകുമ്പോൾ അള്ളാന്റെ മശീഅത്ത് ഉണ്ടാവണം. അള്ളാഹ് ഉദ്ദേശിക്കണം. ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, എന്നിട്ട് അതിനെ ഉണക്കണം. അപ്പോഴാണ് അത് ചെയ്യുന്നത്, ഉണങ്ങുന്നത് എന്ന് പറഞ്ഞാൽ അണ്ടർ കൺട്രോൾ. രാജാവിന്റെ, രാജാതിരാജന്റെ, അതിന്റെ അപ്പുറത്തേക്ക് സംഭവം പോയിട്ട്. മനസ്സിലായോ? അതാണ് ഖദറിലുള്ള നമ്മൾ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസം. മൊത്തം അള്ളാന്റെ കയ്യിലാണ്. അതിവിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹിനോട് യാചകരായിരിക്കും. വിശ്വസിക്കുന്നില്ലെങ്കിൽ ധിക്കാരിയാണ്, തോന്നിവാസിയാണ്. ഞാൻ എന്റെ റബ്ബിന്റെ കൺട്രോളിലാണ്. ഇപ്പൊ നീ രാത്രി 10 മണിക്ക് അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, ട്യൂഷന് പോകുന്നില്ല, ഒരു വേഗം തൂക്കിട്ട് പോകുന്നത് ജിമ്മിലാണ്. തൊട്ടൊക്കെയല്ല ഒന്നും കാണുന്നില്ല. ജിമ്മിന് പോക്കണ്ട? ഓ ഭാഗ്യം, രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഭയങ്കരമായി പോട്ടെ. അത് 10 മണിക്ക് ഇവൻ അങ്ങോട്ട് നടന്നത് അള്ളാന്റെ ഇൽമിലുണ്ട്, അന്ന് എഴുതി വെച്ചിട്ടുണ്ട്, അള്ളാന്റെ മശീഅത്തുണ്ട്. അള്ളാഹു നടത്തിയപ്പോഴാണ് നടന്നത്. പിന്നെ അള്ളാന്റെ വിട്ടെങ്ങനെ പോകും? എല്ലാം അങ്ങനെ കൺട്രോളിലാണ്. അതാണ് ഖദറിലുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസം. അൽ ഇൽമു വൽ കിതാബ അൽ മശീഅ അൽ ഖൽഖു. അള്ളാന്റെ ഇൽമിലുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. ഉണ്ടാവുന്ന സമയത്ത് അള്ളാഹു ഉദ്ദേശിക്കും, അപ്പൊ അത് അള്ളാഹു ലൈവാണ്. അള്ളാഹു എപ്പോഴും ഓരോ സെക്കൻഡിലും ഓരോ നടന്നുകൊടുക്കല്ലേ. ആ നടക്കുന്നതെല്ലാം അള്ളാന്റെ ഇൽമിലുള്ളത്, അന്ന് എഴുതി വെച്ചത്, അള്ളാഹിന്റെ ഉദ്ദേശത്തോടെ അന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. ഇതാർത്ഥം നോക്ക്, വേണ്ടി സൂറത്തുർ റഹ്മാൻ. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ വബിഅയ്യി ആലാഇ റബ്ബികുമാ തുകസ്സിബാൻ. നോക്ക്, അർത്ഥമായിരിക്കും. ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞതിന് നോക്കൊന്നുമില്ല, പോയിട്ട്. കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ. നിങ്ങൾക്ക് അറബി അറിയില്ലല്ലോ? അറബി അറിയുന്ന നല്ലൊരു ആപ്പുണ്ടായിരുന്നു. वो हर रोज किसी शाम में है. कन्नड़ में कन्नड़ में बोलो भाई. എല്ലാ ഇതിലും ഉണ്ടാവും, എല്ലാ മാറ്ററിലും ഇത് ഉണ്ടാവും. അതാണ്
എല്ലാത്തിനും ഒന്നല്ല. അള്ളാഹു ഇല്ലാത്ത ഒരു പരിപാടി ഈ പ്രപഞ്ചത്തിലില്ല. കുല്ലവും എല്ലാ ദിവസവും അള്ളാഹുവിൻ്റെയുമാണ്. കാരണം എന്താ? ഒരുത്തനെ മരിപ്പിക്കണം, ഒരുത്തനെ ജീവിപ്പിക്കണം, ഒരുത്തനെ ചോദിപ്പിക്കണം, ഒരുത്തനെ ഉളപ്പിക്കണം, പഠിപ്പിക്കണം, ഇരിക്കണം, നിൽക്കണം, നടക്കണം, ഓടണം, എല്ലാത്തിനും ഒന്നാന്റെ മഷീഅത്തും ഖൽഖും. അതുണ്ടാക്കുമ്പോഴേ അതുണ്ടാവും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് അഹ്ലുസുന്നah വൽ ജമാഅയുടെ ഖദറിലുള്ള വിശ്വാസം. അതിൽ നിന്ന് തെറ്റിയവരാണ് ആര്? ഖദരിയാക്കളും ജബരിയാക്കളും. ഖദരിയാക്കൾ എന്ത് ചെയ്തു? എന്ത് പറഞ്ഞു? ഖദറുണ്ട്, എല്ലാം അള്ളാഹു തീരുമാനിച്ച തന്നെ. മനുഷ്യൻ ഒരു യന്ത്രം, ആ തീരുമാനിച്ചതിനെ അപ്ലൈ ചെയ്തു അള്ളാഹു. അതിങ്ങനെ കണ്ണും പിടിക്കും. നല്ല 2-3 പെണ്ണെ പിടിച്ച് വന്നിട്ട് തിരിച്ചു പറയും, എനിക്ക് പോയി അള്ളാഹ് ഖദറുണ്ട്. ദുനിയാവിനകത്ത് മനുഷ്യന്മാരുണ്ട്, മടിക്കേരിയിലുണ്ട്. ജബരിയാക്കൾ എന്ന് പറഞ്ഞു, അങ്ങനെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചിട്ടും എഴുതിയിട്ടൊന്നുമില്ല. ഓരോന്നും ആ സമയമാകുമ്പോൾ നമ്മളങ്ങനെ ചെയ്യുന്ന അത്ര തന്നെ. അതുപോലെ പറഞ്ഞു, ഇതെല്ലാം അള്ളാന്റെ അള്ളാഹിലുള്ളതാണ്. അത് സമയമാകുമ്പോൾ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ച് ചെയ്യുകയാണ്. ശരി. ഇനി എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദുആ പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇലൈക്കൽ ഖൈറു കുല്ലു വശ്ശർറു ലൈസ ഇലൈക. ദുആ അറിയോ? അൽ ഖൈറു കുല്ലുഹു ഇലൈക. من قوله صلى الله عليه وسلم الخير كله بيديك. അല്ലാഹുവേ ഖൈറുകളെല്ലാം നിന്റെ അടുത്തുനിന്നാണ്. വശർറു ലൈസ ഇലൈക, എന്നാൽ ഷർറ് നിന്നിലേക്ക് ഇല്ല. പക്ഷെ നമ്മളെ വിശ്വാസം എന്താ? ഖൈറും ഷർറും അല്ലാഹുവിൽ നിന്നാണ്. അപ്പൊ നബി പറഞ്ഞതും നമ്മളെ വിശ്വാസവും തമ്മിൽ എന്തായി? ഇവനേതോ മനസ്സിലാണ് ഇപ്പോൾ ഉള്ളത്. അതിന് വിളിച്ചിട്ടാണ് കച്ചവടത്തിൽ നമ്മളെ വിശ്വാസം അൽഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറും അല്ലാഹുവിൽ നിന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് എന്താണ്? അൽ ഖൈറു കുല്ലുഹു ബിയദിക, ഖൈറെല്ലാം നിന്റെ അടുത്ത് നിന്നാണ്. വശർറു ലൈസ ഇലൈക, ഷർറ് നിന്റെ അടുത്ത് നിന്നല്ല, നിന്നിലേക്ക് ചേർക്കൂല എന്ന് പറഞ്ഞാൽ കണ്ണ് എന്ന് പറയുന്ന സാധനം ആരുണ്ടാക്കിയതാ? ഒന്നുണ്ടാക്കിയല്ലേ? അപ്പൊ അല്ലാഹുവിൽ തന്നെ വന്നതാണ്. പക്ഷേ കണ്ണിന്റെ ഷർറ് ഉണ്ടായത് എങ്ങനെയാ? നമ്മള് കുടിച്ചപ്പോഴാണ്. കാവേരിയിലെ കുപ്പിയിൽ കണ്ണ് വെച്ചതിനെ കൊണ്ടാർക്കുന്ന പ്രശ്നമുണ്ട്. അവിടെ കുപ്പി കിടക്കുന്നതല്ലേ ഉള്ളൂ. പക്ഷെ അത് മനുഷ്യന്മാര് പൈസ കൊടുത്ത് വാങ്ങി കുടിച്ചപ്പം എന്തായി? ഷർറായി. പലിശ ആരുണ്ടാക്കിയതാ? അള്ളാഹു സൃഷ്ടിച്ചല്ലേ. പലിശ എന്ന് പറയുന്ന സംഗതി അള്ളാഹ് ഉണ്ടാക്കിയതല്ലേ. പക്ഷെ അത് ഷർറായത് എപ്പോഴാണ്? നമ്മളടുത്ത് അടുക്കളന്ന് പറഞ്ഞതാ, പക്ഷെ നമ്മൾ ചെയ്തപ്പോ അത് ഷർറായി. ആ അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഷർറ് അള്ളാഹുവിലേക്ക് തിരിച്ചു വിടൂല. സൃഷ്ടിച്ച അള്ളാഹല്ലേ. പക്ഷെ ആ ഷർറ് ഷർറായത് എപ്പോഴാണ്? നമ്മളതിനെ നമ്മളെ ചോയ്സ് ഉപയോഗിച്ച് കൈകാര്യം ചെയ്തപ്പോഴാണ്. മനസ്സിലായോ? ആൾക്കാർ ചോദിക്കുന്നില്ലേ, വ്യഭിചാരം ഒന്ന് സൃഷ്ടിച്ചാലല്ലേ, പിന്നെ വ്യഭിചരിച്ചാലെന്താ? ഷർറിലേക്കില്ല. വ്യഭിചാരം എന്ന ഷർറിനെ അള്ളാഹുലേക്ക് ചേർത്തുള്ള വ്യഭിചാരത്തെ അന്ന് ഉണ്ടാക്കിയിട്ടാണ്. അള്ളാഹു അത് ഉണ്ടാക്കിയതിനെ കൊണ്ട് ആർക്കെങ്കിലും മേടിച്ച് പിടിച്ചില്ല. പിന്നെ പിടിച്ചപ്പോഴാണ്
മനുഷ്യനത് ചെയ്തപ്പോഴാണ് ആ ഷെറുണ്ടായത്. മനസ്സിലായോ? അപ്പൊ തെറ്റുകാരല്ല, ഉണ്ടാക്കിയ റബ്ബല്ല, ഉപയോഗിച്ച മനുഷ്യനാണ്. അവിടെ ഷെറിന് നമ്മൾ അള്ളാഹുവിലേക്ക് വിടൂല. ഖൈർ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇന്നല്ലോ ഇനിയൊരു മനുഷ്യൻ ഏത് ചൂസ് ചെയ്യണം, ഖൈറോ ഷെറോ, അതുമാര് തീരുമാനിച്ചതാണ്, അള്ളാഹു തീരുമാനിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുല്ലുൻ മുയസ്സറുൻ ലിമാ ഖുലിഖ ലഹു. ഒരുത്തൻ ഏതിനു വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് അത് അവന് എളുപ്പമാക്കും. അപ്പോഴാണ് ഇതെന്നെ വാദിക്കുന്നത്, ഷെറുണ്ടാക്കിയതല്ലേ, പിന്നെ ചെയ്താൽ എന്താ, അള്ളാന്റെ ഖദറല്ലേ, മനസ്സിലായില്ലേ? അതെന്നെ വാദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനർത്ഥം എന്താ അറിയോ? ഓനെ ഷെറിനായി സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആ വഴി അവന് എളുപ്പമാവും. അതേസമയത്ത് വിശ്വാസം ക്ലിയറാക്കി നന്മകളിൽ മുന്നേറുന്നൊരുത്തനോ ഓൻ നന്മക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്, അതിന്റെ വഴി അവന് എളുപ്പമായിട്ട്. നമ്മളെ മുമ്പിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കറിയില്ല. നമ്മളോട് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യണ്ടെന്ന് അള്ളാഹു പറഞ്ഞു, ചെയ്യാൻ പറഞ്ഞ് ചെയ്യും, ചെയ്യണ്ടെന്ന് പറഞ്ഞ് ചെയ്യൂല. നമ്മളെ വിശ്വാസം കഴിയും. നമ്മൾ മനസ്സിലായോ? അതാണ് ഈമാനിന്റെ അർക്കാനുൽ ഈമാനിന്റെ ആറാമത്തെ സംഗതി. ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അത് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ 4 കാര്യങ്ങളായി വേർതിരിച്ചു പഠിപ്പിച്ചിരുന്നു. ഇൽമുൽ ഖദീം, പിന്നെ അൽ കിതാബ, പിന്നെ മശീഅ, പിന്നെ അൽ ഖൽഖ്. ഇതാണ് 4 പിന്നെ ഈമാൻ ബിൽ ഖദറിന്റെ 4 കാര്യങ്ങൾ. മനസ്സിലായല്ലോ? ഇനി ഇഹ്സാനാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ കൊടുക്കേണ്ട മുകളിൽ പരീക്ഷ. ഞാൻ ഈ പറഞ്ഞെല്ലാം ഇതിലുണ്ടാവും. ആ കിതാബ പറയുന്നു, നിങ്ങൾ എഴുതിയാണെങ്കിൽ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾ ഇതുവരെ പഠിച്ച സംഗതി 10 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം. മനസ്സിലായോ? പാസ്വേഡ് പഠിക്കണ്ടേ? അങ്ങനെ എഴുതാൻ പറ്റുമല്ലോ. പറയാം